So we are going to meet Wasim today. He's our friend and a seafarer. Usually whenever he comes to Hamburg, he comes to our place, but this time he invited us to visit him on his ship. And here we go. ഒരു പബ്ലിക് ഹോളിഡേ ദിവസം ആയതുകൊണ്ട് തന്നെ ബസ്സൊക്കെ ഓൾമോസ്റ്റ് എം ടി ആണ് ഇന്ന്. ആൻഡ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോഗേറ്റ് കണ്ടെയ്നർ ടെർമിനൽ ഹാംബർഗിലേക്കാണ്. And we are almost there and we can already see a glimpse of our ship. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് പേപ്പർ വർക്ക്സ് ഒക്കെ ഓൾറെഡി വസീം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി വി ക്യാൻ ജസ്റ്റ് വാക്ക് സ്ട്രെയിറ്റ് ഇൻ ടു ദ ഷിപ്പ് ടുഡേ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ യൂറോഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് വഴിയിൽ വെച്ച് നമുക്ക് ഒരാൾ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് കിട്ടി. ആൾ സീമൻസ് ക്ലബിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. I am really excited to see what's inside a container ship. And what about you? I am excited to see my workplace because I have worked on ship for 8.5 years and it's been 3 years now since I have seen or been on a container ship. So I know the day in and day out of what happens on a container ship, and now it's interesting to just go there like a visitor and see everything. And yeah, hopefully they'll let us in. Hopefully I don't change my mind to go back. I know, you better not. Sure, to ship. Okay. Let's see then what's inside. I'm seeing something like this. ദൂരേന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ. അങ്ങനെ നമ്മൾ എൻട്രി ഒക്കെ ചെയ്തു. വിസിറ്റേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ ID ഒക്കെ കൊടുത്തു, കാണിച്ചു. അപ്പോൾ അവർ നമ്മളോട് ഷട്ടിൽ സർവീസിന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഷട്ടിൽ സർവീസ് എത്തി. നമ്മളെ അവർ ഷിപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഷിപ്പിൻ്റെ അകത്തേക്ക് കയറുകയാണ്. നമുക്കൊരു വിസിറ്റേഴ്സ് ID കാർഡൊക്കെ തന്നു. ഷിപ്പിലെ കുറച്ച് ക്രൂവിനെയും ക്യാപ്റ്റനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ആൻഡ് ഹിയർ കംസ് അവർ ഫ്രണ്ട് വസീം. ആളാണ് ഈ ഷിപ്പ് നാവിഗേറ്റ് ചെയ്യുന്നത്. ഷിപ്പ് നാവിഗേറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയനെ, എവിടെ നിന്നാണോ നാവിഗേറ്റ് ചെയ്യുന്നത് അതിനെയാണ് ഷിപ്പിൻ്റെ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് കോക്ക്പിറ്റ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഷിപ്പിൻ്റെ ബ്രിഡ്ജിലാണ്. ഇവിടെ വേറെ ഷിപ്സ് ഡോക്ക് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. I was really excited to see everything because ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ക്ലോസ്ലി ഈ ഒരു പ്രോസസ്സൊക്കെ ഇത്ര അടുത്ത് കാണുന്നത്. നമ്മൾ ഈ കാണുന്ന ക്രെയിൻസ്, അതിനകത്ത് ആൾക്കാർ ഇരുന്ന് മാനുവലിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ നെതർലൻഡ്സ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതെല്ലാം ഇപ്പോൾ മാനുവൽ അല്ലാതെ ഓട്ടോമേറ്റഡ് ആയി കഴിഞ്ഞു. ഷിപ്പിൻ്റെ മൊത്തത്തിലൊരു ചെറിയ ടോറൊക്കെ നമുക്ക് വസീം തന്നു.
അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഷിപ്പിൻ്റെ ഈ ബ്രിഡ്ജ് ഏരിയ തന്നെയാണ്. നല്ല ഭംഗിയുള്ള വ്യൂ ആണ് അവിടെ നിന്നാൽ ശരിക്കും കാണാനായിട്ട്. പക്ഷെ ഒരു കണ്ടെയ്നർ ഷിപ്പിൽ കയറാൻ പറ്റുന്ന ഒരു ഹാംബർഗിലെ ടെർമിനൽ പറഞ്ഞ ഇത്ര ക്ലോസ്ലി ഇങ്ങനത്തെ കാര്യങ്ങളിതാ കണ്ടെയ്നർ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ നമുക്കിവിടെ വരാനും കാണാനൊക്കെ പറ്റിയത് ഭയങ്കര സന്തോഷമായത്. ഇത്രയും അടുത്ത് കാണാൻ ശരിക്കും ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു കാര്യമാണെന്ന് ദൂരെ ആൾക്കാർ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഷിപ്പിലാണെങ്കിലും ഷിപ്പിലെ ക്രൂ ആണെങ്കിലും പുറത്താണെങ്കിലും ടെർമിനലിലെ ആൾക്കാരൊക്കെ അതെ അവർ ഡെയിലി വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന ഓരോ സാധനവും നമുക്ക് കയ്യിലെത്തുന്നത്. ഷിപ്പിംഗ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു അല്ലേ ലോജിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ശരിക്കും. അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്, നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയതിലും. भाई हमारे यहाँ पे एक तो बंदा कोई तो गया था जो ऐसे ही वाला ही कोट था बट देन ही वेंट ऑल द वे टू वो लाइट भी कर रहा था. അങ്ങനെ വസീമിൻ്റെ ക്യാബിനൊക്കെ നമ്മൾ കാണിച്ചു തന്നു. നല്ലൊരു നൈസ് റൂം വിത്ത് ഓഫീസ് സ്പേസ് ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് ഇനി ബാക്കി കാണാനായിട്ട് പോവാണ്. And this is the dining area and we had a nice lunch there. And we are heading to engine room now and safety comes first. ഇതാ ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ ആക്ച്വൽ നോയ്സാണ് ഈ എൻജിൻ റൂമിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇയർ പ്ലഗ്സ് എല്ലാം വെച്ച് ആണ് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ ഫോർ സേഫ്റ്റി. ഏകദേശം 3-4 ഫ്ലോർസോളം ഹൈറ്റ് വരുന്ന അത്രയ്ക്ക് ഹ്യൂജാണ് ഷിപ്പിൻ്റെ എൻജിൻ വരുന്നത്. And this is the office area where they keep all the records of shipments and all. And now we are going to mooring station where you can see huge long ropes used to secure ship. It looks like a sunny day, but actually it's freaking cold outside. As you can see, റോപ്പിലുള്ള വെള്ളമൊക്കെ തണുപ്പ് കാരണം ഐസായിട്ട് ഫോം ചെയ്തേക്കാണ്. ഇവിടെ മൈനസ് ടെമ്പറേച്ചറാണ് ഈ ദിവസം. നമ്മൾ ഇനി പോകുന്നത് അവിടുത്തെ മെഡിക്കൽ റൂം കാണാനായിട്ടാണ്. ഇവിടെ അത്യാവശ്യം ബേസിക് എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റീസും ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് എല്ലാം ചെയ്യാനായിട്ട്. കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. ഷിപ്പിന് അടുത്ത പോർട്ടിലേക്ക് എടുക്കാനുള്ള സമയമായപ്പോൾ നമ്മൾ പതുക്കെ വസീമിനോട് ബൈ ഒക്കെ പറഞ്ഞ് ഷിപ്പിൽ നിന്ന് ഇറങ്ങുകയായി. അങ്ങനെ